ഇന്ന് വീട്ടിൽ തന്നെ സമാധാനമായിട്ടിരിക്കണമെന്ന് വളരെയധികം മനസ്സിൽ ഉറപ്പിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ എന്തെങ്കിലും പണി വരുമെന്ന്. അങ്ങനെ പണികളുടെ ഒരു ഘോഷയാത്രയായിട്ടുള്ളൊരു ദിവസമായിരുന്നു എനിക്കിന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്ന് നേരെ പോകുന്നത് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനാണ്. എന്താണ് കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ടാങ്ക് മൊത്തം ലീക്കായിട്ട് വെള്ളമില്ല. ഇനി വെള്ളം അടിച്ചാലും ടാങ്ക് ഫുള്ള് ലീക്കായിപ്പോൾ. അങ്ങനെ നേരെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ജ്യൂസ് കടയിൽ നിറച്ച് നല്ല മനോഹരമായ ജ്യൂസുകൾ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു നല്ല ഓറഞ്ച് ജ്യൂസ് അങ്ങോട്ട് കുടിച്ചിട്ട് പോകാമെന്ന് കരുതി ഒരു ഗ്ലാസ് മാത്രം ഓർഡർ ചെയ്തു. കാരണം എനിക്കറിയാം അങ്ങനെ ഒരു ഗ്ലാസ് ഓർഡർ ചെയ്തപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. സത്യമല്ല, നമുക്കറിയാം ഇതൊക്കെ തന്നെ സംഭവിക്കുന്നു. കാരണം ഇവർ എന്ത് സാധനം നമ്മൾ ഓർഡർ ചെയ്താലും ജ്യൂസ് അല്ല, ഇനി ഏത് ഫുഡ് ഐറ്റം ആണെങ്കിലും അതിൻ്റെ മണ്ടേ കുറച്ച് ചാട്ട് മസാല അങ്ങോട്ട് വിളമ്പും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കതിൻ്റെ മണം പോലും പിടിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്ലാസ്സേ വാങ്ങിച്ചോളൂ. പക്ഷേ വൈകിക്ക് എന്ത് പറ്റി നടത്തില്ല. വൈകി അത് മുഴുവനും കുടിച്ചു. നമുക്കും എന്തെങ്കിലും കഴിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ പിന്നെ ബേക്കറിയിലോട്ട് പോയി. കോഫി അവിടുത്തെ അടിപൊളിയാണ് കേട്ടോ. മെഷീൻ കോഫിയാണ്, അതിനകത്ത് അവർ ചാറ്റ് മസാല ചേർക്കത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി 3 കോഫിയും 3 സ്വിസ് റോളുമാണ് വാങ്ങിച്ചത്. അകത്തിരുന്നിട്ടൊരു സുഖമില്ലെന്നേ. അങ്ങനെ ഞങ്ങൾ പ്രകൃതി രമണീയമായി പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചപ്പോൾ ഞാൻ അറിയുന്നില്ല എനിക്ക് നല്ലൊരു പണി വരാൻ പോകാമെന്ന്. അങ്ങനെ ഇതൊക്കെ പതുക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് ചെന്നപ്പോഴാണ് ആ പണി കിട്ടിയത്. കറണ്ട് പോയി, ഗ്യാസ് തീർന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും മല്ലയ്യാന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കറണ്ട് എന്തായാലും വന്നു. ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. ഓൾറെഡി നമുക്ക് ഇൻവെർട്ടർ ഉണ്ടെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ ഇൻഡക്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. ഗ്യാസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ വേണം. അങ്ങനെ പിന്നെ കുക്കറിനകത്ത് തട്ടിക്കൂട്ടി ഒരു ചിക്കൻ കറിയാക്കി. കാരണം സമയമില്ല, 3 മണിയായി. അങ്ങനെ പണിയോട് പണിയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ഇതുവരെ വെള്ളം നിന്നക്കാനുള്ള ആൾ വന്നില്ല. അയാളെ പ്രതീക്ഷിച്ച് ഇരിപ്പാണ് ഞാൻ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിലാണ്.